ചെറുകഥ പൊട്ടിയ കണ്ണാടി. രചന തോമസ് കാവാലം. ശബ്ദം ജെസി ജോൺ. മുറ്റത്തെ അസ്ഥിത്തറയിലെ ചിരാതിൽ തെളിഞ്ഞ മങ്ങിയ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ സുധർമ്മയുടെ ചിന്തകൾ കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയെ പോലെ പായുകയായിരുന്നു. നെറ്റിത്തടത്തിലെ ശൂന്യമായ സിന്ദൂര രേഖയിലേക്ക് വീണുകിടന്ന മുടി കൈകൾ കൊണ്ട് മാടി ഒതുക്കി വെക്കുമ്പോൾ അവളുടെ നെഞ്ചിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. പകലുകൾക്ക് നിറം നഷ്ടപ്പെട്ട ദിവസങ്ങളിലൂടെ ദിക്കറിയാതെ ഒരു പതികയെ പോലെ അവൾ ജീവിച്ചു പോന്നു. 5 വർഷക്കാലമായി സുധർമ്മയുടെ ഈ ജീവിതം അങ്ങനെ തുടർന്ന് അല്ലറ ചില്ലറ പണികൾ ചെയ്തും കൃഷിക്കാലമായാൽ വയലുകളിൽ പണി ചെയ്തും അവൾ ആ ഏകാന്ത ജീവിതത്തിൽ ഒരേ ഒരു ആശ്രയമായ 5 വയസ്സുള്ള മകനെ പോറ്റി വന്നു. ജോലിയിൽ നിന്ന് കിട്ടുന്ന കൂലിയിൽ നിന്നും അല്പാൽപ്പം അവളുടെ സ്വപ്ന സാഫല്യത്തിനായി മാറ്റിവെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഒരു അലമാരി. വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ആഗ്രഹിക്കുന്നതാണ് കിടക്കമുറിയിൽ ഒരു വലിയ കണ്ണാടിയുള്ള ഒരു ചെറിയ അലമാരി വാങ്ങി വെക്കണമെന്ന്. പല പ്രാവശ്യം അതിനുവേണ്ടി അവൾ പണം സ്വരൂപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഭർത്താവിന് രോഗം കലശായപ്പോൾ ആ പണമെല്ലാം ചെലവായി പോയി. സുഗണന് പാൻക്രിയാസിൽ ക്യാൻസർ ആയിരുന്നു. അടുക്കളയോട് ചേർന്ന് ഒരു മുറിയാണ് അവൾ കിടക്ക മുറിയായി ഉപയോഗിച്ചിരുന്നത്. അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു ചെറിയ വരാന്തയിലേക്ക് ആയിരുന്നു. മുറ്റത്തേക്ക് ഇറങ്ങി 10 അടി വെച്ചാൽ പൊതുവഴി. സുഗുണന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മറ്റൊരു മുറി കൂടി പണിയുക എന്നുള്ളത്. അതിനുവേണ്ടി അടിത്തറ കെട്ടിയിടുകയും ചെയ്തു. അപ്പോഴാണ് രോഗം പിടികൂടി മരണത്തിലേക്ക് കൊണ്ടുപോയത്. അടുത്ത മെയ് മാസത്തിൽ സുദർശന് 5 വയസ്സ് തികയും. അപ്പോൾ സ്കൂളിലാക്കണം. തുടക്കത്തിൽ നല്ലൊരു ചെലവുണ്ട്. ബാഗ്, പുസ്തകം, യൂണിഫോം എല്ലാത്തിനും കൂടി ഒരു തുക സമാഹരിച്ചു വെച്ചിട്ടുണ്ട്. അലമാര വാങ്ങിയാൽ ബാക്കി കൊണ്ട് കഷ്ടിച്ച് അത് അവന് തികഞ്ഞേക്കും. ആയിടയ്ക്കാണ് പട്ടണത്തിലെ ഫർണിച്ചർ കടയിൽ സെയിൽ വന്നത്. അന്നൊരു ദിവസം പലചരക്ക് കടയിൽ ചെന്നപ്പോൾ അവിടെ കിടന്ന പത്രത്തിന്റെ മുൻപേജിൽ തന്നെ അവരുടെ പരസ്യം ഉണ്ടായിരുന്നു. പലചരക്ക് വാങ്ങുന്നതിനിടയിൽ അവൾ ആ പരസ്യത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു. പരസ്യം കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖം സൂര്യൻ ഉദിച്ചതുപോലെ തിളങ്ങി. പലതരത്തിലുള്ള കണ്ണാടികൾ വെച്ച അലമാരിയും വാർഡ്രോബുകളും, ചിലത് 2 വാതിലിന്റെയും മറ്റു ചിലത് 3 വാതിലിന്റെയും ആയിരുന്നു. 3 അടി മുതൽ 5 അടി വരെയുള്ള ഉയരമുള്ള അലമാരികൾ ഉണ്ടായിരുന്നു. അവിടെ വിലയിലൂടെ കണ്ണോടിച്ചപ്പോൾ അവളുടെ ഹൃദയം പിടച്ചു. ഏറ്റവും ചെറിയതിന് പോലും 5000-ലധികം രൂപ വിലയായിരുന്നു. കുടുക്ക പൊട്ടിച്ചാൽ ഈ ചെറുതെങ്കിലും ഒന്ന് വാങ്ങാൻ സാധിക്കുമോ? അവളുടെ മനസ്സ് പിറുപിറുത്തു. കുടുക്കയിൽ 6000 രൂപയെങ്കിലും കാണണം. 5000 രൂപയുടെ ഒരു ചെറിയ അലമാരി വാങ്ങാം. പിന്നെയുള്ള 1000 രൂപ കൊണ്ട് മോന് വേണ്ട ബാഗും പുസ്തകവും എല്ലാം വാങ്ങാം. അവളുടെ മനസ്സ് സ്വപ്നം കണ്ടു. അവൾ കിടക്കമുറിയിലേക്ക് ചെന്ന് കുടുക്ക കയ്യിലെടുത്തു. അന്ന് സുഗതൻ കുടുക്കയുമായി വന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ പെട്ടെന്ന് അവളുടെ ഓർമ്മയിലേക്ക് വന്നു. നിന്നെ ഞാനൊരു രാജകുമാരിയാക്കും. നിന്റെ സൗന്ദര്യം കണ്ട് 4 പേർ അസൂയപ്പെടട്ടെ ഞാൻ ജീവിച്ചിരുന്നാൽ. ചേട്ടാ, അങ്ങനെ പറയരുത്. ഇപ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ എന്താ കാര്യം? നമ്മൾ 2 പേരും ചെറുപ്പമല്ലേ? അറിയാതെ എന്റെ നാക്കിൽ അങ്ങനെ വന്നുപോയി. അയാൾ വിഷമത്തോടെ പറഞ്ഞു. നീ ചന്ദ്രനെ പോലെയല്ലേ? നിന്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങുന്നത്. സൂര്യൻ പറഞ്ഞു. അത് കേട്ട സുധർമ്മ ഒന്ന് ചിരിച്ചു. സുന്ദരിയായ നിന്നെ ദൈവം എനിക്ക് തന്നെ നൽകിയല്ലോ. പക്ഷേ സുന്ദരമായ നിന്റെ ആ മുഖം കാണാൻ ഒരു നല്ല കണ്ണാടി പോലും ഈ വീട്ടിലില്ല. ആകെയുള്ളത് ഒരു പൊട്ടിയ കണ്ണാടിയാണ്. ഈ കണ്ണാടിയിൽ നോക്കി 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 നമ്മുടെ ജീവിതവും അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. അതൊരു അന്ധവിശ്വാസമാണ് ചേട്ടാ. പൊട്ടിയ കണ്ണാടിയിൽ നോക്കിയാലും മുഖം എന്റേതല്ലേ? അവൾ പറഞ്ഞു. ഈ ഭാഗ്യം കെട്ടവന്റെ കൂടെ വരേണ്ടവളായിരുന്നില്ല നീ. ഏതെങ്കിലും പണമുള്ളവന്റെ വീട്ടിൽ ചെന്നിരുന്നെങ്കിൽ നീ ഒരു രാജകുമാരിയെ പോലെ കഴിയുമായിരുന്നു. ഇവിടെ ഈ കഷ്ടപ്പാടിൽ നിന്റെ സൗന്ദര്യം എല്ലാം ചോർന്നു പോകും. അവളെ കുറിച്ച് 4 നാക്കുള്ളവനെ പോലെ അവൻ സംസാരിച്ചു. അപ്പോൾ തന്നെ അവൾ കുടുക്ക പൊട്ടിച്ച പണം എണ്ണി നോക്കി. 6000 രൂപ തികയുവാൻ 100 രൂപ കുറവ്. ഈ കാശുകൊണ്ട് ഒരുമാതിരി ഒപ്പിക്കാം. അവൾ ആത്മകഥം ചെയ്തു. പിറ്റേത്ത് തന്നെ അവൾ പട്ടണത്തിൽ പോയി അലമാരി നോക്കാൻ തീരുമാനിച്ചു. വസ്ത്രം മാറി മുടി ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും അവൾ ആ പൊട്ടിയ കണ്ണാടി കയ്യിലെടുത്തു. അപ്പോൾ അവൾ സുഗുണന്റെ വാക്കുകൾ വീണ്ടും ഓർത്തു. ഈ കണ്ണാടിയിൽ നോക്കി നോക്കി നമ്മുടെ ജീവിതവും അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. ഉടനെ തന്നെ മോനെയും കുട്ടി സുധർമ്മ ഫർണിച്ചർ കടയിൽ പോയി. നേരെ അലമാരിയും വാർഡ്രോബും ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് അവിടെ പോയത്. എനിക്കൊരു ചെറിയ അലമാരി വേണം. അവിടെ നിന്ന് സെയിൽ ബോയോട് അവൾ പറഞ്ഞു. ഇത്
ഇവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും ചെറുതാണ്. 6000 രൂപയാണ് അതിന്റെ വില. തേക്ക് തടിയിൽ കടഞ്ഞെടുത്ത കാലുണ്ട്. 10% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ 5400 രൂപയാകും. മാനേജരെ കണ്ടാൽ അദ്ദേഹം അല്പം കൂടി കുറച്ച് തരും. 5000 രൂപയ്ക്ക് കിട്ടിയേക്കും. ഫ്രീ ഡെലിവറി ഉണ്ടോ? സുധർമ്മ ചോദിച്ചു. 5 കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ ഫ്രീ ഡെലിവറി ഉണ്ട്, അയാൾ പറഞ്ഞു. അല്പം കൂടി കുറയ്ക്കാൻ പറ്റില്ലേ? സുധർമ്മ ചോദിച്ചു. മാനേജരെ കണ്ടു നോക്കൂ. സെയിൽസ് ബോയ് സുധർമ്മയെ മാനേജറുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു. മാനേജർ ഒരു അരിക്കേസായിരുന്നു. അയാൾ 100 രൂപ കുറച്ചു. സുധർമ്മയുടെ പണം എണ്ണി അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സുദർശൻ ഒരു ട്രൈസൈക്കിളിൽ ഇരുന്ന് വട്ടം കറങ്ങുന്നതാണ് കണ്ടത്. അവനെ അതിൽ നിന്ന് പൊക്കിയെടുക്കുവാൻ സുധർമ്മ ആവുന്നത് ശ്രമിച്ചു. പക്ഷേ അവൻ അത് സമ്മതിച്ചില്ല. ആ ഇരിപ്പിലിരുന്ന് ചവിട്ടിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, എനിക്ക് ഈ സൈക്കിൾ വേണം. അമ്മേ, എനിക്ക് ഈ സൈക്കിൾ വേണം. സുധർമ്മ ആശയക്കുഴപ്പത്തിലായി. വേണ്ട മോനെ, നമുക്കത് പിന്നൊരു ദിവസം വാങ്ങാം. ഇപ്പോൾ അമ്മയുടെ കയ്യിൽ അതിനുള്ള കാശില്ല, അമ്മ സ്നേഹത്തോടെ മോനോട് പറഞ്ഞു. പക്ഷേ അവൻ അത് കേൾക്കുന്ന മട്ടില്ല. അവൻ സൈക്കിളിൽ നിന്നിറങ്ങാൻ തയ്യാറായില്ല. മോനെ, ഇറങ്ങ്, അത് പറഞ്ഞിട്ട് സുദർശനെ പിടിച്ചിറക്കി. അപ്പോൾ അവൻ വാവിട്ട് കരയാൻ തുടങ്ങി. സഹിഹട്ട സുധർമ്മ സെയിൽസ് ബോയോട് ചോദിച്ചു, ഇതിനെന്താ വില? 5000 രൂപ. 10% ഡിസ്കൗണ്ട് ഉണ്ട്. മാനേജരെ കണ്ടാൽ പിന്നെയും അല്പം കൂടി കുറയും. സുധർമ്മ വേഗം മാനേജറുടെ അടുക്കിലേക്ക് നടന്നു. അലമാര വേണ്ട സർ, പകരം ആ സൈക്കിൾ പായ്ക്ക് ചെയ്തേക്കൂ. അത് പറയുമ്പോൾ സുധർമ്മയുടെ മുഖം നക്ഷത്രങ്ങളില്ലാത്ത ആകാശം പോലെ ഇരുണ്ടുപോയിരുന്നു. ആ കുഞ്ഞിന്റെ ആഗ്രഹത്തിന് മുന്നിൽ ആ അമ്മ മനസ്സ് കുനിഞ്ഞു പോയി. പക്ഷേ വീട്ടിൽ വന്ന് ആ പൊട്ടിയ കണ്ണാടിയിൽ നോക്കി സുഗുണനോട് എന്ന പോലെ അവൾ പറഞ്ഞു, അന്ന് ഞാൻ നിന്റെ കണ്ണുകളിൽ കണ്ട ഒരു പ്രത്യേക തിളക്കമുണ്ടല്ലോ, അത് ഞാൻ നിന്റെ മകന്റെ കണ്ണുകളിൽ കണ്ടു. അത് മാത്രം മതി ഇന്നും എന്നും എനിക്ക് നിനക്കായി ജീവിക്കാൻ.